നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട UN രക്ഷാസമിതി പ്രമേയത്തെ തടഞ്ഞ അമേരിക്കയുടെ വീറ്റോ ഉപയോഗത്തിൽ അറബ് ഇസ്ലാമിക് മന്ത്രിതല സമിതി അതൃപ്തി പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ ചർച്ചയിലാണ് അതൃപ്തിയും പ്രതിഷേധവും തുറന്നു പ്രകടിപ്പിച്ചത്. ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന കരട് പ്രമേയത്തിനെതിരെ രക്ഷാസമിതിയിൽ വീറ്റോ പ്രയോഗിച്ചത് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതി തുറന്നടിച്ചു. ഇസ്രായേലിനെ അടിയന്തര വെടിനിർത്തലിനെ പ്രേരിപ്പിക്കുവാൻ നടപടികൾ കൈക്കൊള്ളുവാനും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും അമേരിക്കയോട് സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനുഷിക കാരണങ്ങളാൽ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യം ബ്ലിങ്കനോട് സമിതി അംഗങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. അടിയന്തരവും സമ്പൂർണ്ണമായ വെടിനിർത്തലെന്ന ആവശ്യം ആവർത്തിക്കുന്നു. സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കണം. ഇസ്രായേൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന എല്ലാ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായും നിരാകരിക്കുന്നു. ഫലസ്തീൻ വിഷയത്തിൽ എല്ലാ തലങ്ങളിലും അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും പാലിക്കേണ്ടതുണ്ടെന്നും സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരവെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരട് പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. വെടിനിർത്തലിനൊപ്പം മോചിപ്പിക്കാൻ ബാക്കിയുള്ള ബന്ദികളെ ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം 90 രാജ്യങ്ങളുടെ പിന്തുണയോടെ UAE ആണ് രക്ഷാസമിതിയിൽ വെള്ളിയാഴ്ച അവതരിപ്പിച്ചത്. 15 അംഗ സമിതിയിൽ 13 രാജ്യങ്ങൾ അനുകൂലിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് ബ്രിട്ടൻ വിട്ടുനിന്നു. ഫ്രാൻസ് പ്രമേയത്തെ അനുകൂലിച്ചു. യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയുമായി ബന്ധപ്പെട്ട് രക്ഷാസമിതിയിൽ കൊണ്ടുവരുന്ന 6ാം പ്രമേയമാണിത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കാത്തതിനാലാണ് പ്രമേയം വീറ്റോ ചെയ്യുന്നതെന്ന് UNലെ US-ന്റെ പ്രത്യേക രാഷ്ട്രീയകാര്യ പ്രതിനിധി റോബർട്ട് വുഡ് പറഞ്ഞു. ജനങ്ങളുടെ സംരക്ഷണം, ജീവകാരുണ്യ സഹായം എത്തിക്കൽ, മാനുഷിക ഇടവേള, ബന്ദി മോചനം എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള ക്രിയാത്മകമായ പരിഹാര നിർദ്ദേശങ്ങൾ തുടക്കത്തിലെ US മുന്നോട്ട് വെച്ചിരുന്നു. അതാരും തന്നെ അംഗീകരിച്ചിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തോടെയും സുരക്ഷിതമായും കഴിയാനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്നതിനെ US പിന്തുണയ്ക്കുന്നു. എങ്കിലും ഉടൻ വെടിനിർത്തണമെന്ന ആഹ്വാനത്തെ അംഗീകരിക്കാനാവില്ല. അത് അടുത്ത യുദ്ധത്തിനുള്ള വിത്തുപാകും. കാരണം ശാശ്വത പരിഹാരം ഹമാസ് ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ നടപടിയെ പാലസ്തീൻ അപലപിച്ചു. ഗാസയിൽ കുഞ്ഞുങ്ങളുടെ രക്തച്ചൊരിച്ചിലിന് അമേരിക്ക മാത്രമാണ് ഉത്തരവാദിയെന്ന് പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. പ്രമേയം പാസാക്കാനാക്കാത്തതിൽ UAE സ്ഥാനപതി മുഹമ്മദ് അബു ഷഹബാബ് നിരാശ പ്രകടിപ്പിച്ചു. UN സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പും ലോകത്താകെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യവും പൊതു അഭിപ്രായവും തള്ളിക്കളയുന്ന നടപടി രക്ഷാസമിതിക്ക് അവമതിപ്പുണ്ടാക്കുമെന്നും ആഗോളതലത്തിൽ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുകയാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രക്ഷാസമിതി യോഗം വിളിച്ചു ചേർത്തത്. ഇതിന് മുന്നോടിയായി UN ചാർട്ടിന്റെ അനുച്ഛേദം 99 പ്രകാരം ബുധനാഴ്ച രക്ഷാസമിതി അധ്യക്ഷന് ഗുട്ടറൻസ് കത്ത് നൽകിയിരുന്നു. ഗാസ മനുഷ്യ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണെന്നും വെടിനിർത്തലിനായി രക്ഷാസമിതി ഇടപെടണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സെക്രട്ടറി ജനറലിന്റെ അത്യപൂർവമായ ഈ നീക്കം. അത് വെടിനിർത്തലിനായി രക്ഷാസമിതി അംഗങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നാണ് കരുതിയിരുന്നത്. അതേസമയം ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന UN രക്ഷാസമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്തതിലൂടെ ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്ക കൂട്ടുനിൽക്കുന്നതായി ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. അമേരിക്കയുടെ നിലപാട് ആക്രമണാത്മകവും അധാർമികവുമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. UNന്റെ പ്രമേയം വീറ്റോ ചെയ്തത് എല്ലാ മാനുഷിക തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് മഹ്മൂദ് അബ്ബാസ് കൂട്ടിച്ചേർത്തു. ഗസയിലെ ഫലസ്തീൻ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും രക്തച്ചൊരിച്ചിലിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് മഹ്മൂദ് അബ്ബാസ് ചൂണ്ടിക്കാട്ടി. പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുകയും നാട് കടത്തുകയും നശിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിന് പിന്തുണ നൽകാനായി അമേരിക്കയ്ക്ക് കൊടുത്ത ഒരു ബ്ലാക്ക് ചെക്കാണ് വീറ്റോ എന്നും പ്രധാനമന്ത്രി മുഹമ്മദ് ഷയ്യ ആരോപിച്ചു. പ്രമേയം അംഗീകരിക്കുന്നതിൽ US തടസ്സം നിൽക്കുന്നത് തങ്ങളുടെ ജനങ്ങളെ കൊല്ലുന്നതിനും കൂടുതൽ കൂട്ടക്കൊലകളും വംശോന്മൂലനങ്ങളും നടത്തുന്നതിനുമുള്ള അമേരിക്കയുടെ പങ്ക് തുറന്നു കാണിക്കുന്നുവെന്ന് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസത്ത് അൽ റിഷൈഖ് പറഞ്ഞു. ഫലസ്തീൻ സിവിലിയന്മാരുടെ കഷ്ടപ്പാടുകളോട് അമേരിക്ക കടുത്ത അവഗണന കാണിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര അവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസത്തെയും സ്ഥാപനത്തിന്റെ ഉത്തരവനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തെയും പ്രമേയം വീറ്റോ ചെയ്യുവാനുള്ള അമേരിക്കയുടെ തീരുമാനം ദുർബലപ്പെടുത്തുന്നുവെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കാൽമർഡ് എക്സിൽ കുറിച്ചു. അറുതിയില്ലാത്ത ആക്രമണം തുടരുകയാണ്. തെക്കെന്നോ വടക്കെന്നോ ഇല്ല. ഗസയുടെ ഓരോ ഭാഗങ്ങളിലും ഇസ്രായേൽ ബോംബുകൾ വീണുകൊണ്ടേയിരിക്കുന്നു. ഇടവേളകളില്ലാതെ മധ്യ-വടക്കൻ ഗസയിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. ഗസയിൽ തെരുവുകൾ തോറും കനത്ത ഏറ്റുമുട്ടലുകളാണ് നടക്കുന്നത്. ഗസയിൽ ഓരോ മിനിറ്റിലും മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കണക്കെടുക്കാൻ പോലും ആകുന്നില്ല. കെട്ടിടങ്ങൾക്കിടയിലും മറ്റു മരണം കാത്തുകിടക്കുന്നവർ ഏറെ.
ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 18,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിലെ മരണസംഖ്യ 1147 ഗസ മുനമ്പിന്റെ തെക്കുഭാഗത്തും കരയാക്രമണം ശക്തമാണ്. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ റാഫ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ UN സുരക്ഷാ കൗൺസിൽ പ്രതിനിധികൾ ഈജിപ്തിലെത്തി. UAEയും ഈജിപ്തും ചേർന്ന് സംഘടിപ്പിച്ച ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ റഷ്യയിൽ നിന്നും UK നിന്നുമുള്ള അംബാസഡർമാർ ഉൾപ്പെടെ 10ഓളം അംബാസഡർമാർ പങ്കെടുത്തു. USഉം ഫ്രാൻസും പ്രതിനിധികളെ അയച്ചിട്ടില്ല. ഗസയിലെ ഫലസ്തീൻ ജനതയ്ക്കേറ്റ വേദനയ്ക്കും കഷ്ടപ്പാടുകൾക്കും നേരെ കണ്ണടച്ചതിന് ഒരു ന്യായീകരണവുമില്ല എന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ സന്ദർശനത്തിന് ശേഷം പ്രതികരിച്ചു. ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നാശങ്ങളും മാത്രമല്ല, അവരുടെ പ്രതീക്ഷയും മനസ്സിലാക്കുകയാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് UAEയുടെ അംബാസഡർ ലാന നുബൈസബിയും പറഞ്ഞു. അടിയന്തര വെടിനിർത്തലിന് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടും UN പ്രമേയത്തെ ഒറ്റയ്ക്ക് എതിർത്തുകൊണ്ടാണ് അമേരിക്ക പിന്തള്ളിയത്. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാൻ പണമില്ലെന്ന് US കോൺഗ്രസ് അറിയിച്ചിട്ടും ഇത് മറികടന്ന് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് തുടരുകയാണ് അമേരിക്ക. ശരാശരി 159 ടൺ എന്ന തോതിൽ ഓരോ ദിവസവും ആയുധങ്ങളും വെടിമരുന്നുകളും എത്തുന്നതായാണ് കണക്ക്. ഒക്ടോബർ 7 ശേഷം മാത്രം ഇസ്രായേലിന് US 10,000 ടൺ ആയുധങ്ങൾ നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. നന്ദി, നമസ്കാരം.